ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ +2 അറബിക് എക്സാമിൽ പ്രത്യേകിച്ച് ഓണം എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് വരയ്ക്കാൻ വേണ്ട ക്വസ്റ്റ്യൻ വരും. പക്ഷെ പല കുട്ടികൾക്കും ഇത് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ എന്താണ് ആ ഗ്രീറ്റിംഗ് കാർഡിന് അറബിയിൽ പറയാം? ഗ്രീറ്റിംഗ് കാർഡിന് തഹ്നിയത്ത് എന്നാണ് പറയല്ലോ. അപ്പോൾ തഹ്നിയത്ത് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആശംസ കാർഡ് അല്ലെങ്കിൽ ആശംസ കാർഡ് വരയ്ക്കാനാണ് ഈ ചോദ്യം. ഇനി ഇത് ആശംസ കാർഡ് ഉണ്ടാക്കാൻ വലിയ പണിയുണ്ട്? ഒരു പണിയില്ല. ഏറ്റവും സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഈ 3 സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ മാറ്റർ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിയായി 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്ന് ഈദുൽ അദ്ഹ, നമുക്ക് എല്ലാവർക്കും അറിയാം അർത്ഥം എന്താണ്, ബലി പെരുന്നാൾ. ആമുൻ ജദീദ്, ന്യൂ ഇയർ, ഓണം. അപ്പോൾ ഇത് നമുക്ക് 3 ചിലപ്പോൾ അറിയുന്ന ടോപ്പിക്കായി, നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതെങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഗ്രീറ്റിംഗ് കാർഡ് വരയ്ക്കാൻ, ഇപ്പോൾ ഈദുൽ അദ്ഹ എന്നുള്ളതാണല്ലോ അല്ലേ, നമ്മൾ വൃത്തിയിൽ എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ നമ്മൾ ഏറ്റവും നല്ല നീറ്റായിട്ട് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് പോലെ വരയ്ക്കുക. ഒരു ബോർഡറൊക്കെ കൊടുത്ത് ഡിസൈൻ നിങ്ങളെ സ്കില്ലൊക്കെ കഴിവൊക്കെ പുറത്തെടുക്കാനുള്ള അവസരമാണ്. ഇത് നമ്മൾ അതിലെന്ത് ചെയ്യണം, നല്ല ഭംഗി നമ്മൾ പറ്റണത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈദുൽ അദ്ഹ എന്ന് നിങ്ങൾ അതിൽ എഴുതുക അല്ലേ. ഈദുൽ അദ്ഹ എന്ന് നിങ്ങൾ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അടിപൊളിയിൽ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. വലുതാക്കിയിട്ട് ഈദുൽ അദ്ഹ എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ബലി പെരുന്നാളിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കാർഡ് വലുതും ഒരുപാട് ഡിസൈൻസും മാറ്റർ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ മാറ്റർ കുറച്ച് മതി, കുറേ മാറ്റർ ഒന്നും വേണ്ട. ഇത്ര എഴുതിയാൽ തന്നെ ഇത് ശരിയാണ്, ഇത് തെറ്റിടാൻ കഴിയില്ല. കാരണം എന്താണ്, ഇത് ഗ്രീറ്റിംഗ് കാർഡ് അയക്കണം. കാരണം ഗ്രീറ്റിംഗ് കാർഡിൽ എത്ര മാറ്റർ വേണം എന്നുള്ളത് അത് എഴുതുന്ന ആളെ ഇഷ്ടമാണ്. ഇത്ര കണ്ടീഷനൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ഈദുൽ അദ്ഹ നമുക്ക് എന്ത് ചെയ്യാം, ഈദ് മുബാറക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലേ. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി വേണമെങ്കിൽ വേറെ ഈദുൻ സഈദ എന്ന് എഴുതാം അല്ലേ. ഈദുൻ സഈദുൻ, സന്തോഷം നിറഞ്ഞ എഴുതുന്നുള്ള അർത്ഥത്തിൽ അത് എഴുതാം. അപ്പം എന്തായാലും ഒരു മാറ്റർ നമ്മൾ എഴുതുന്നു അല്ലേ. ഇതേപോലെ തന്നെ ആമുൻ ജദീദ്, ഇത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാറ്ററാണ് എഴുതുന്നതെങ്കിൽ ആമുൻ ജദീദ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് വരക്കുന്നു അല്ലേ. ബോക്സ് വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ആമുൻ ജദീദ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ, ആമുൻ ജദീദ് ന്യൂ ഇയർ അല്ലേ. ഹാപ്പി ന്യൂ ഇയർ എന്നങ്ങനെ അറബിയിൽ പറയാം. കുല്ലു ആമിൻ വഅൻതും ബിഖൈർ എന്നാണ് പറയാം. ഇനി അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ആമിൻ ചെയ്ത് മാത്രം ഇതേലും മാർക്ക് എടുക്കും. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ. ഗുൽ ആമിൻ അൻതും ബിഖൈർ എന്ന് എഴുതിയാൽ ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ കുറച്ചും ഭംഗിയിൽ ഞാൻ ഇവിടെ ബോർഡ് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നൊരു സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടില്ല, അത് എന്ത് വിഷയത്തിനെ കുറിച്ചുള്ള ഗ്രീറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ബോക്സ് വരക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ തന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതാം. അതിൻ്റെ താഴെ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാ ഗ്രീറ്റിങ്ങിലും എഴുതാൻ പറ്റിയൊരു മെസ്സേജ് ഞാൻ ജസ്റ്റ് ചെയ്ത് തരാം. ഉഹന്നിയുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വിഷ് ചെയ്യുന്നു, ഞാൻ നിനക്ക് നേരുന്നു. ഉഹന്നിയുക്ക ഹയാത്തൻ സഈദ, ഹയാത്തൻ സഈദ, ഞാൻ നിനക്കൊരു സന്തോഷം എന്ന ജീവിതം അല്ലേ, ഒരു ഹാപ്പി ലൈഫ്, ജീവിതത്തിൽ എന്നും നിനക്ക് സന്തോഷം ഉണ്ടാവട്ടെ, ഞാൻ നിനക്ക് വിഷ് ചെയ്യുന്നു ഉണ്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഏത് ഇപ്പോൾ പെരുന്നാളിന് ബന്ധപ്പെട്ടാലും ഓണമോ ക്രിസ്മസോ അല്ലെങ്കിൽ ന്യൂ ഇയർ ഏത് ഫംഗ്ഷനിലും നമുക്ക് ഈ മെസ്സേജ് കൊടുക്കാമല്ലോ. ഉല്ലു ഹുഹന്നിയുക്ക ഹയാത്തു സഈദ എന്ന് വെച്ചാൽ നിനക്ക് എന്ത് ചെയ്യുന്നു, ഒരു സന്തോഷം തന്നെ ജീവിതം ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു കണ്ടോ. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ഗ്രീറ്റിങ്ങിലും എന്ത് ചെയ്യാം, ഈ വേർഡ് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിലുമുള്ള ഇവിടെ കൊടുത്ത ടോപ്പിക് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൊടുത്തിട്ട് ബോക്സ് വരച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടി. വളരെ ഈസി ആയിട്ട് 4 മാർക്ക് വാങ്ങാം. അതുകൊണ്ട് ഇനി തഹ്നിയത്ത്, ഈ വേർഡ് മറക്കരുത്. തഹ്നിയത്ത് ആശംസ കാർഡ് വരക്കാനാണ് ചോദ്യം. അത് ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്,
മിസ്സാക്കരുത് കേട്ടോ. തഹനിയത്ത് നിന്ന് കണ്ട നേരെ അത് റെഡി ആയിരിക്കണം. എവിടെയും ചോദിച്ച് ആരോട് ചോദിച്ച് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആ 4 മാർക്ക് ഇനി മുതൽ എന്ത് ചെയ്യണം, ഷുവർ ആവണം, മിസ്സാക്കരുത്. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.